ആധുനിക ജീവിതത്തിൻ്റെ സമസ്ത വികാസഭാവങ്ങളും കാണുവാൻ കഴിയുന്ന ഒരു പ്രദേശമാകുന്നു സിംഗപ്പൂർ. അതിനിടയിൽ ആ ആധുനികതയ്ക്കിടയിൽ പ്രകൃതിയെ അരച്ചു ചേർത്തതുപോലെയുള്ള ഒരു മനോഭാവം ആണ് എന്നെ പ്രത്യേകം ആകർഷിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും വളരെയധികം നിയന്ത്രണത്തോടുകൂടി ആസൂത്രണം ചെയ്ത് വളർത്തുന്ന ചെടികൾ എവിടെയും കാണാം. ആ ചെടികൾക്കിടയിലാണ് പരിഷ്കൃതമായ കെട്ടിടങ്ങളും മനുഷ്യ ജീവിതവുമെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു വിരുത് സകല രംഗങ്ങളിലും കാണാമെന്നുള്ളതുപോലെ ഈ സംഘടനയുടെ പേരിൽ ഞാൻ കാണുകയാണ്. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ എന്ന 4 ഇംഗ്ലീഷ് പദത്തെ കല എന്ന് പറയുന്ന അർത്ഥപൂർണമായ ഒരു മലയാള പദമാക്കി രൂപപ്പെടുത്തിയ ആ വിരുതുണ്ടല്ലോ, ആ വിരുത് സിംഗപ്പൂരിൽ എല്ലാ ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. മലയാളികളുടെ കലയിലും അത് ഞാൻ കാണുന്നു. അതുപോലെ അത്ഭുതകരമാണ് ഈ രാജ്യത്തിലെ കർമ്മധീരരായിരിക്കുന്ന ആളുകൾ. ഇവിടുത്തെ ആളുകളുടെ കർമ്മശക്തിയാണ്, കർമ്മപരമായിരിക്കുന്ന സിദ്ധികളാണ്, അവർ ജോലി ചെയ്യുന്നതിനുള്ള ആളുകളുടെ ആ കർമ്മധീരതയാണ് വാസ്തവത്തിൽ എന്നെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം. അതുപോലെ ഇത്രയും വൃത്തിയുള്ള മാലിന്യരഹിതമായിരിക്കുന്ന ഒരു നഗരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം തന്നെ ഞാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത്രയും മാലിന്യരഹിതമായ ഒരു രാജ്യം, കർമ്മഭരിതവും മാലിന്യരഹിതവുമായ ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നിയമഭരിതവുമാണ് സിംഗപ്പൂർ എന്നുള്ളതാണ് എന്നെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. ഈ ഒരു ചെറിയ പ്രദേശത്തിൽ എത്രമാത്രം ശാസ്ത്രവികാസമാണ് ഇവിടെ കാണുന്നത്. കെട്ടിട നിർമ്മാണത്തിൻ്റെ നാനാവിധ ഭാവങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഓരോ കെട്ടിടവും നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നും. മറ്റ് രാജ്യങ്ങളിലെല്ലാം കെട്ടിടമുണ്ടെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള പുതുമയില്ല, ഏകതാനതയാണ് മറ്റ് കെട്ടിടങ്ങൾക്കെല്ലാം. ഇവിടെ ഓരോ കെട്ടിടവും ഓരോ പ്രത്യേകമായിരിക്കുന്ന ശൈലിയിൽ പണിതിട്ട് ഓരോന്നിനും അതിൻ്റെ കഥ നമ്മളോട് പറയുന്ന മട്ടിൽ അതിൻ്റെ മഹത്വം ഞാൻ ഇന്ന കുടുംബത്തിലെയാണ്, ഞാൻ ഇന്നവനാണെന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്ന മട്ടിലുള്ള ആ വാസ്തുശില്പ വൈദഗ്ധ്യം സിംഗപ്പൂരിലെ പോലെ ഒരിടത്തും കാണുവാൻ സാധിച്ചിട്ടില്ല, എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുപോലെ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ദ്വീപാണിത്. ആ ദ്വീപ് ഒരു അനുഗ്രഹീതമായ പ്രദേശത്താണ് നിൽക്കുന്നത്. ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ആകർഷണ കേന്ദ്രമാണിത്. അതുപോലെ ഭൂകമ്പങ്ങളോ സുനാമികളോ ഒന്നും വരാതെ അവരെല്ലാവരും വരാതെ അകന്ന് മാറി നിന്നുകൊണ്ട് പ്രകൃതി തന്നെ കാത്തുരക്ഷിക്കുന്ന ഒരു പറുദീസയാണ് ഈ സിംഗപ്പൂരെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെ പ്രകൃതിയുടെ ഒരു പറുദീസ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു ഉത്തരമേ ഉള്ളൂ, അത് സിംഗപ്പൂരാണ് എന്നുള്ളതാണ്.